മലയാള സിനിമയിൽ ഇതിനേക്കാൾ വലിയൊരു വില്ലനെ നമ്മൾ കണ്ടുമുട്ടുന്നില്ല. മലൈക്കോട്ടെ വാലിബാനിലെ അയ്യനാർ ഒരു ഗ്രാമത്തിൻ്റെ സംരക്ഷകനായിരുന്നു. ഒരു മല്ലൻ വന്ന് അയ്യനാരെ തോപ്പിക്കുന്നു, അയാളുടെ മണ്ണും പെണ്ണും സ്വന്തമാക്കുന്നു. ആ മല്ലൻ അവിടെ വിട്ടു പോകുമ്പോൾ അയ്യനാരുടെ ഭാര്യ ഗർഭിണിയാണ്. വേറൊരുവൻ്റെ കുഞ്ഞാണ് തൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ വളരുന്നതെന്ന് അയാൾക്കറിയാം. അയാൾ കാത്തിരുന്നു ഈ കുഞ്ഞിൻ്റെ പിറവിക്ക് വേണ്ടി. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഉടനെ അയാൾ ഭാര്യയെ കൊന്നു കളയുന്നു. എന്നിട്ട് ഇയാൾ കൊച്ചിനെ വളർത്തിക്കൊണ്ടുവരുന്നത് പ്രതികാരം ചെയ്യാനാണ്. ശക്തമായ ആയുധമായിട്ടാണ് ഇവനെ വളർത്തിക്കൊണ്ടുവരുന്നത്. എന്തിനാണ്? ഭാവിയിൽ ഇവൻ്റെ അപ്പനായിട്ട് അവനെ കൊണ്ട് പോരാടിക്കണം. ആ യുദ്ധത്തിൽ ആര് തോറ്റാലും ജയിക്കുന്നത് താനാണെന്ന് പറയാം. അയ്യനാർ ഈ കഥ പറയുന്നത് വാലിബാനെ കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ചതിയനോടാണ്. അപ്പോൾ ഈ ചതിയൻ ഇത് കേട്ട് ചിരിക്കും. അപ്പം അയ്യനാർ ചോദിക്കും, നീ എന്തിനെത്ര ചിരിക്കുന്നേ? അപ്പം ആ ചതിയൻ പറയും, നമ്മളിൽ ആർക്കാണ് കൂടുതൽ വിഷമെന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാണ്. അയ്യനാർ ഇവനും വിഷം കൊടുത്ത് കൊന്നിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ്: തേളിന് വാലിൽ വിഷം, പാമ്പിന് പല്ലിൽ വിഷം, അയ്യനാർക്ക് ഒരു മുടിനാരിലും വിഷം. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്ന യൂദാസ് ഈ അയ്യനാരെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരു പാവ മനുഷ്യനാണ്. അത്ര വലിയ വില്ലനൊന്നുമല്ല. ഇയാൾക്ക് പണക്കൊതി ഉണ്ടായിരുന്നറിയാം. പക്ഷെ ഈശോ യൂദാസിനോട് പറയുന്നത് നീ ജനിക്കാതിരുന്നെങ്കിലെന്ന. അതൊരു ഡാർക്ക് ടൈറ്റിലാണ്. എനിക്കൊന്നിന് ബൈബിളിൽ ഉപയോഗിച്ചുള്ള ഏറ്റവും വലിയ ഡാർക്ക് ടൈറ്റിൽ അതാണ്, നീ ജനിക്കാതിരുന്നെങ്കിൽ. എന്തായിരിക്കും കാരണം? യൂദാസ് തെറ്റ് ചെയ്തു, പക്ഷേ തിരിച്ചു വരാൻ തയ്യാറായില്ല. ഈശോ യൂദാസിൻ്റെ മുഖത്തോക്കി പറഞ്ഞാണ്, നീയാണ് എന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്നത്. എന്നിട്ടും അവൻ അത് നിഷേധിച്ചു, തിരിച്ചു വന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എല്ലാ ഒറ്റുകാർക്കും, ചരിത്രത്തിലെ എല്ലാ ഒറ്റുകാർക്കും ഒറ്റ പേര് യൂദാസ്.